ഹേയ് ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു SSLC സ്റ്റുഡൻ്റാണെന്ന് എനിക്കറിയാം. കാരണം മാറി വന്ന ടെക്സ്റ്റ് ബുക്ക്, മാറി വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, എങ്ങനെ SSLCയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നത് ടെൻഷൻ അടിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. കാരണം ഞാനും ഇതുപോലെ ഇരുന്നതാണ്. മാറി വന്ന ടെക്സ്റ്റ് ബുക്കും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ആദ്യമായി പരീക്ഷിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ബാച്ചിലായിരുന്നു ഞാനും. ആൻഡ് എങ്ങനെയാണ് ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ ഞാനും നിന്നും 95% എബോവ് മാർക്ക് എനിക്ക് കിട്ടിയത്, എങ്ങനെയാണ് അതിന് എന്നെ സഹായിച്ചത്, എന്തൊക്കെ ടിപ്സും ട്രിക്സും ഒക്കെയാണ് എന്നെ സഹായിച്ചത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ടിപ്പ് നമ്പർ 1, മേക്ക് ടാർഗറ്റ്സ് ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണി എളുപ്പമാക്കി കിട്ടാനും ആൻഡ് സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് റിലീഫ് കിട്ടാനും സഹായിക്കും. ഞാനും ടാർഗറ്റ്സ് യൂസ് ചെയ്ത് തന്നെയാണ് തുടക്കം തൊട്ടേ പഠിച്ചത്. കാരണം ടാർഗറ്റ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇന്ന് എടുക്കുന്ന ഒരു സബ്ജക്റ്റ്, ഉദാഹരണത്തിന് നിങ്ങളൊരു സോഷ്യൽ സയൻസ് ആണ് നിങ്ങൾ പഠിക്കാൻ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇന്ന പേജ് മുതൽ ഇത്രാമത്തെ പേജ് വരെ പഠിക്കും. ഇപ്പോൾ എക്സാമ്പിൾ 10 to 15 പേജ് വരെ ഞാൻ പഠിക്കും, 5 പേജ് ഡെയിലി ഞാൻ പഠിക്കും എന്ന് നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും സെറ്റ് ചെയ്യുക ആൻഡ് നിങ്ങൾ ഡെയിലി പഠിക്കാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക എന്ന് പറയുന്നത് സാധാരണ ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കാണ് ആൾക്കാർ ചെയ്യുക. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, എല്ലാ സബ്ജക്റ്റിനും ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. കാരണം ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരിക. അതുപോലെ തന്നെ നിങ്ങൾ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരുന്നതും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ അധികം മൈൻഡ് ചെയ്യാത്ത ടോപ്പിക്സിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ല ശരിക്കും അരിച്ചു പെറുക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം പോലും വരാൻ പോകുന്നില്ല. സോ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ടിപ്പ് നമ്പർ 3, ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് നോട്ട്സ്. ഓൺലൈൻ ക്ലാസ് കണ്ടുപഠിക്കുന്നവരാണ് നമ്മൾ പലവരും. കാരണം ഓൺലൈൻ ക്ലാസ് നമ്മളെ ശരിക്കും സഹായിക്കും. കാരണം ടീച്ചേഴ്സൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒരുപാട് ചെയ്യിക്കുന്നതുകൊണ്ട് തന്നെയും അവർ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതുകൊണ്ട് തന്നെയും നമുക്ക് ശരിക്കും ഇഷ്ടമാണ് ഓൺലൈൻ ക്ലാസ് കണ്ടുപഠിക്കാൻ. ഞാനും കുറേ ഓൺലൈൻ ക്ലാസ്സൊക്കെ കണ്ട് തന്നെയാണ് SSLC നന്നായിട്ട് പഠിച്ചത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചുമ്മാ ഓൺലൈൻ ക്ലാസ് കണ്ട് തീർക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ നോട്ട്സാക്കി തരും. ആ നോട്ട്സ് നിങ്ങൾ ഒരു നോട്ടിലേക്ക് എഴുതിയെടുത്ത്, അതും ഷോർട്ട് നോട്ടാക്കി എഴുതിയെടുക്കുക. ദെൻ നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ആണ് കാണുന്നതെങ്കിൽ ലൈവ് ക്ലാസ്സസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഷോർട്ട് നോട്ട് തരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനുശേഷം പഠിക്കുക. കാരണം അവർ വലിയ വലിയ പാരഗ്രാഫ്സ് തരുന്നതിന് മുമ്പായി കീ പോയിൻറ്റ്സ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് എപ്പോഴും അവരൊരു ഷോർട്ട് നോട്ട് പോലെ തരും. ഇല്ലെങ്കിൽ പാരഗ്രാഫ്സ് പഠിപ്പിച്ചതിന് ശേഷം അവർ നിങ്ങൾക്ക് ഷോർട്ട് നോട്ടാക്കി തരും. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാരഗ്രാഫ് വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അത് പഠിക്കാം. ടിപ്പ് നമ്പർ 4, സ്റ്റേ ഹെൽത്തി. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശരിക്കും നോക്കണം. സാധാരണ ഈ 10ാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ട്രെസ്സും വീട്ടുകാരുടെ ബഹളവും എല്ലാം കൂടെ ചേർന്നിട്ട് നിങ്ങൾ ഉറക്കം ഒളിച്ച് വരെ ഇരുന്ന് പഠിക്കും. സത്യം പറയും, ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബെനഫിറ്റൊന്നുമില്ല. ഉറക്കം ഒഴിച്ച് ഇരുന്ന് പഠിക്കാനേക്കാട്ടും നല്ലത് നിങ്ങൾ നല്ല ഉറക്കം ഉറങ്ങുക. ഒരു 7 മുതൽ 8 മണിക്കൂർ ഉറങ്ങുക. ഇനി നിങ്ങൾക്ക് അത്രയും സമയം കിട്ടുന്നില്ലെങ്കിൽ മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങിയേ പറ്റൂ. കാരണം നിങ്ങൾ ഉറക്കമില്ലാതെ ഒരുപാട് പഠിച്ചുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങണം. അതേപോലെ നല്ല ഫുഡ് കഴിക്കണം. നിങ്ങൾ ബ്രെയിനിൽ പഠിച്ച് തലയിലോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ ഉള്ളിൽ നിന്ന് ബ്രെയിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണം. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്ന് SSLC തുടങ്ങുന്ന ഒരു ടൈമാണ്. കാരണം നിങ്ങൾക്ക് ഈ തുടക്കം മുതലേ എങ്ങനെ SSLCയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാർട്ടിങ് എങ്ങനെ കിട്ടും എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡെയിലി ഒരു 2 to 4 hours നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കണം. എന്നാലും നിങ്ങൾക്ക് SSLCയിൽ നല്ലൊരു മാർക്ക് കിട്ടത്തുള്ളൂ. ആൻഡ് പഠിക്കുന്ന ടൈം ഫോണൊക്കെ മാറ്റി വെച്ച് ഡിസ്ട്രാക്ഷൻസൊക്കെ ഒഴിവാക്കി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയും നിങ്ങൾ ഈ ഒരു വർഷം മുഴുവൻ SSLCയിൽ ടിപ്സും ട്രിക്സൊക്കെ ആയിട്ട് ഞാൻ വരും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.